ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനിയിപ്പം കേരളത്തിൽ ഒരു യൂസ്ഡ് കാർ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാറിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആ സ്ക്രാപ്പ് പോളിസി എന്ന് പറഞ്ഞാൽ ഏകദേശം 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും അതുപോലെ തന്നെ 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഡൽഹി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു COD സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് മീൻസ് അവർക്ക് ഇനി ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, റോഡ് ടാക്സിൽ ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ എക്സ് ഷോറൂം പ്രൈസിൽ ഏകദേശം ഒരു 4 to 6% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പം ഒരു ചെറിയൊരു എമൗണ്ട് അവർ തന്നെ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങളൊരു വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കർവ് വെയിറ്റിൽ ഏകദേശം ഒരു 60% മെറ്റലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ വന്നിട്ടുള്ള സ്ക്രാപ്പ് പോളിസീസ് അവിടെ വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിൽ നമ്മുടെ ഇന്ത്യയിലെ പല സിറ്റീസും ഉണ്ട്. അതിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡൽഹിയൊക്കെ. അപ്പം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഫ്യൂച്ചറിൽ, അതായത് ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഒരു പോളിസി വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു യൂസ്ഡ് കാർ എടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി അതൊരു 10 വർഷത്തിലും കൂടുതലുള്ള ഒരു ഡീസൽ കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ചിട്ട് നിങ്ങൾ ആ യൂസ്ഡ് കാറിൽ ഏകദേശം ഒരു 5 lakh ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം ആ വണ്ടി യൂസ് ചെയ്യാൻ മാത്രമല്ല ഇനിയിപ്പം ഇവിടെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ COD സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങളൊരു പുതിയ ബൈ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പം ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് എക്സ്പെഷ്യലി അതൊരു 10 വർഷത്തിലും അധികം ഏജിങ് ഉള്ള വാഹനമാണ്, അതൊരു ഡീസൽ വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നതാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ. ഇപ്പം നേരെ മറിച്ച് നിങ്ങളൊരു ലക്ഷറി കാറൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ അത്രത്തോളം പ്രാക്ടിക്കാലിറ്റി ഇല്ല. ശരിക്കും അതെടുക്കുന്ന സമയത്ത് നിങ്ങളത് യൂസ് ചെയ്യുക, മാക്സിമം നമുക്ക് ഈ പോളിസി വരുന്നവരെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പം പ്രാക്ടിക്കൽ വൈസ് ഒരുപാടധികം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ്ഡ് കാറിൽ ഈ ഒരു കണ്ടീഷനിൽ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ.